അതൊന്നും വേണ്ട, ഫോട്ടോ ഒന്നും എടുക്കും. വലിയ 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 ഇതോ. ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ലേ എല്ലാവർക്കും? ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായി ഞാൻ കണ്ടിട്ടില്ലേ. അപ്പം ഞാൻ നോമ്പ് ലാസ്റ്റൊക്കെ ആയപ്പോൾ ഒരു 3-4 ദിവസം വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ. പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നല്ല പോലെ കുഴങ്ങിക്കൊണ്ടേനു. അപ്പോൾ തുറക്കണ സമയത്തൊന്നും വീഡിയോ എടുക്കാനൊരു ഉച്ച കഴിഞ്ഞ മുതൽ വീഡിയോ എടുക്കാനൊന്നും ഒരു മൂടില്ലാത്ത ദിവസങ്ങളേനു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് 3-4 ദിവസം വീഡിയോ ഒന്നും ഇല്ലാഞ്ഞത്. അപ്പോൾ ഇത് നമ്മുടെ പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ 29ാമത്തെ നോമ്പിനാണല്ലോ നമുക്ക് നാളെ പെരുന്നാളാണ് എന്നറിഞ്ഞത്. അപ്പം ഞങ്ങൾ പെരുന്നാളാണ് എന്നറിഞ്ഞപ്പോൾ പിന്നെ ഫിത്റിൻ്റെ അരി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം നിങ്ങൾ കാണുന്നത്. അപ്പം ഞമ്മക്കും ഓരോരുത്തരായിട്ട് അരിയൊക്കെ കൊണ്ടുവന്ന് തരുന്നുണ്ട്. അതാണ് മേശമ്മ 2-3 പൊതിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പം ഞങ്ങളത് 5 ഒരിയാക്കിയിട്ട് ഞങ്ങൾ അജും കൂടി തന്നു കേട്ടോ. കെട്ടാനും ഇതാക്കാനൊക്കെ അങ്ങനെ കവറിലൊക്കെ സെറ്റപ്പാക്കി തന്നു. കുഞ്ഞുട്ടി പുറത്ത് പോയതിനുണ്ടോ. അപ്പം ഇനി കുഞ്ഞുട്ടി വന്നിട്ട് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബൈക്കും വെച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാനതൊക്കെ സെറ്റാക്കി വെച്ചു. അപ്പോൾ കുഞ്ഞുട്ടി ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്നാൽ പിന്നെ നാളെ നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ ഈ ചിക്കൻ മുഴുവനായിട്ടൊന്നും നാളുകൾക്ക് വേണ്ട, കുറച്ച് ഫ്രിഡ്ജിക്ക് മാറ്റണം. അപ്പോൾ തന്നെ കുഞ്ഞുട്ടി വന്നിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ അതാ എല്ലാവരും വണ്ടിമ കയറിങ്ങനെ പോകാൻ വേണ്ടിയിട്ട്, സെനിമോനടക്കം. അപ്പോൾ സെനിമോനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചെറിയ കുപ്പായം കൂടി ഇടാതെ വെല്ല കയറിയിരിക്കണം കേട്ടോ. ആര് വണ്ടി എടുക്കണമെങ്കിലും ഓനും പിന്നാലെ കൂടും. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചാണ്. പിന്നെ ഇത് ഇന്ന് കിട്ടിയ കിറ്റാണ് കേട്ടോ. ഇവിടെ പള്ളിക്കൊന്നും ഇതേപോലത്തെ കിറ്റ് കിട്ടും കേട്ടോ. അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളത് അങ്ങനെ കിട്ടും. അപ്പം അത് പള്ളിക്കൊന്ന് അല്ല കേട്ടോ, അത് ഒരു പാർട്ടീൻ്റെ അങ്ങനെ എന്തോ ഭാഗം കിട്ടിയത് കേട്ടോ. അപ്പോൾ സെനിമോന് പോയിട്ടുണ്ടായിരുന്നില്ല. സെനിമോന് അന്ന് കുറച്ച് ഒറ്റൊക്കെ ഒന്ന് റൗണ്ട് അടിച്ച് പിന്നെ ഞാൻ വല്ല സോപ്പിട്ടൊക്കെ ഇവിടെ ഇറക്കിയിട്ടുണ്ടായിനി കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് നാളെ കിലോ സവാളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വെക്കണം കേട്ടോ. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേനോ, അത് ഒരു നോമ്പ് 10-20 ദിവസമൊക്കെ ആയപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കിയതിൻ്റെ ശേഷമാണ് പിന്നെ ഞങ്ങൾ ചായ കുടിക്കണം കേട്ടോ. ഇന്നിപ്പോൾ പത്തിരിയും പിന്നെ മുട്ടക്കറിയൊക്കെയാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഒരു വീഡിയോ എടുക്കാനൊന്നും തോന്നുന്നില്ല. അങ്ങനെ ലാസ്റ്റിക്ക് എല്ലാ പ്രാവശ്യവും ഞങ്ങൾക്ക് അങ്ങനെയാണല്ലോ, നോമ്പ് ലാസ്റ്റ് ആകുമ്പോഴത്തേനൊക്കെ കുഴങ്ങി ഇതാവും. അപ്പം എനിക്കും ആ ഒരു ഇതിലേനി കേട്ടോ. അങ്ങനെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞ് നല്ല ചുരുക്കില്ല മൈലാഞ്ചിയില്ലേ, ഇത് ഞാനിട്ടതല്ല കേട്ടോ. അയലോക്കത്തെ കുട്ടിനെ കൊണ്ട് ഇടിയിച്ചതാണ് കേട്ടോ. അപ്പം ഞാനിടും മൈലാഞ്ചി കുറേ സമയമൊക്കെ ഇരുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ കുത്തി വരച്ചൊക്കെ ഇടും. അപ്പം ഞാൻ കയ്യിൻ്റെ പുറത്ത് ആളെ കൊണ്ട് ഇടിയിച്ചതാണ് കേട്ടോ. എങ്ങനെയുണ്ട് മൈലാഞ്ചി? അടിപൊളിയില്ലേ. പിന്നെ ഇത് ഞാൻ കുത്തി വരഞ്ഞതാണ് കേട്ടോ. ഇത് അകത്ത് എനിക്ക് പിന്നെ അത് കഴിഞ്ഞപ്പോൾ എന്നാൽ അകത്ത് ഈ ഒരു ഉള്ളിൽ ഞാനിടാൻ തോന്നി. അപ്പം അങ്ങനെ എൻ്റെ മൈലാഞ്ചി ഇടുന്ന കാര്യം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ചെറുപ്പം മുതലേ അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോഴും ആ ഒരു പെരുന്നാളാകുമ്പോൾ മൈലാഞ്ചി ഇടാൻ ഒക്കെ വലിയൊരു ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ 2-3 കുട്ടികളായിട്ടും മൈലാഞ്ചി ഇടലൊന്നും വിടാത്തത്. പിന്നെ ഇപ്പം മൈലാഞ്ചി ഇടാൻ നമ്മൾ കുട്ടികളെ എണ്ണം കണക്കൊന്നും നോക്കണ്ടല്ലോ അല്ലേ. നീയക്കുട്ടി മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിനി കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായില്ല. ഓള് ഇന്നലെ ഉച്ചക്ക് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. 29ാമത്തെ നോമ്പിന് ഉച്ചക്ക് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇടുന്നത് ഓർഗാനിക് ഹെന്നയാണല്ലോ. അപ്പോൾ മയാസിൻ്റെ ഓർഗാനിക് ഹെന്ന. അപ്പോൾ അത് ഇങ്ങനെ ചുമന്ന് വരും പിന്നെയും ഇതാവുമ്പോൾ. അപ്പോൾ ഉച്ചക്ക് ഇട്ടതുകൊണ്ട് നീമോളത് കുറച്ചധികം ചുമന്നിട്ടുണ്ടായിനി കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ രാവിലെ വേഗം കിച്ചണിലൊക്കെ കയറിയിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് സവാള അരിഞ്ഞെടുക്കണം. സവാളയും ഒക്കെ ഞാൻ തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ളൂ ഇനി കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ബിരിയാണിക്ക് വേണ്ടത് പച്ചമുളകൊക്കെ പേസ്റ്റൊക്കെ ആക്കി അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ.
അപ്പോൾ രാവിലെ ചിലപ്പോൾ സിനിമയിലും കൂടി ഒപ്പം വന്നാൽ പിന്നെ നമ്മൾ വിചാരിച്ച നേരത്തൊന്നും പണി കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് തലേ ദിവസം എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചട്ടിയിൽ ഞാൻ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കന് ഞാൻ തലേ ദിവസം തന്നെ ചെറുതായിട്ടൊന്ന് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കിയിട്ട് ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിനായിരുന്നു എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണ ചൂടായി വന്നപ്പോൾ അതിക്ക് ചിക്കനൊക്കെ ഇട്ടെടുത്തു, ബാക്കി സവാള അരിഞ്ഞെടുക്കുന്നു. അങ്ങനെ ഞാൻ വേഗം മസാല ഇങ്ങോട്ട് സെറ്റാക്കിട്ടോ. ബിരിയാണീൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. ഞാൻ കുറച്ചൊരു ഒരിത്തിരി സ്പൈസി ആയിട്ടുള്ള ആ ഒരു രീതിയിലാണ് ബിരിയാണി ഉണ്ടാക്കുക. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള ഇത്യാദി സാധനങ്ങളൊക്കെ ഇതാ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത്. ഓരോന്നും ഞാൻ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ഒക്കെ ഒന്നിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ചോറ് തിളപ്പിച്ച് ഊറ്റി ആയിട്ടാണ് കേട്ടോ ദമ്മിട്ടിട്ടുണ്ടെങ്കിയത്. അപ്പോൾ നമ്മുടെ മസാല അതിന് മുകളിൽ ചോറ് ഒക്കെ ആയിട്ട് ഞാൻ ദമ്മിടൽ പരിപാടി കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ തന്നെ ആവി കയറ്റി എടുക്കണം. അപ്പോൾ അങ്ങനെ നിയമോളല്ല അജും കുഞ്ഞുട്ടിയും പള്ളിക്കൊക്കെ പോകാനൊക്കെ പുതിയ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടോ. അപ്പോൾ പുതിയ ഡ്രസ്സ് വാങ്ങിച്ചോ, വീഡിയോയിലൊന്നും കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒക്കെ ഇങ്ങനെ ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഓലെ പെരുന്നാളിൻ്റെ ഡ്രസ്സ്. പിന്നെ ഞങ്ങളുടെയൊക്കെ ഞങ്ങൾ ഇടുമ്പോൾ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് പിന്നെ ഞങ്ങൾ ഒരു വന്നപ്പോഴത്തേന് ഞങ്ങളുടെ കുളിയും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നോട് ചോദിക്കലുണ്ട്, നിങ്ങൾ മാക്സി മാത്രമേ വീട്ടിൽ നിന്ന് ഇടുള്ളൂ, ചുരിദാറൊന്നും ഇടൂലേ? അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ കുട്ടികൾ ആ ഒരു ചെറുതായി ഒരു വയസ്സ് വരെ ഒക്കെ ഞാൻ മാക്സിമം തന്നെ കേട്ടോ. കാരണം നമുക്ക് എപ്പോഴെപ്പോഴും ഓലിങ്ങനെ മൂത്രം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് എപ്പോഴും മാറ്റേണ്ടിയും അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എപ്പോഴും കംഫർട്ടായിട്ട് ഇടാൻ പറ്റുന്ന അതാണല്ലോ. പിന്നെ ഓല് കുറച്ചൊന്നും വലുതായി കഴിഞ്ഞാൽ പിന്നെ ചുരിദാറൊക്കെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇപ്രാവശ്യം ഞാൻ ഇതുമ്മ എടുത്തുനിന്ന് മാക്സി വിറ്റിയെന്നല്ലോ. അപ്പം അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചുരിദാർ അടിച്ചാൽ മതി, കുട്ടിയൊക്കെ ഇപ്പം ഇനിയിപ്പോൾ 1.5 വയസ്സായില്ല, ഇഞ്ഞോ വലുതാവല്ലേ, ഇനിയിപ്പോൾ ചുരിദാറൊക്കെ ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പം അമ്മക്ക് മാക്സി ഒന്നും ഇഷ്ടമല്ല, അമ്മക്ക് ചുരിദാറൊക്കെ ഇടുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ പിന്നെ ഞാൻ ചുരിദാർ ആക്കി അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബിരിയാണിക്ക് ദമ്മൊക്കെ പൊട്ടിച്ച് ഇനിയിപ്പോൾ നിങ്ങളെ കാട്ടിയൊന്ന് കൊതിപ്പിക്കാം എന്ന് വിചാരിച്ചു. ബിരിയാണിയും കാണാം, പിന്നെ അപ്പുറത്ത് നമ്മുടെ മാങ്ങയും കാണാം. ഈ പെരുന്നാൾക്ക് ഞാൻ ബിരിയാണി മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ സ്വീറ്റായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, പായസമോ പുഡിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, ബിരിയാണി മാത്രമായിട്ട് അവിടെ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിരുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പം അങ്ങനെ ഓരോരുത്തരായിട്ട് മാറ്റി. കുട്ടീൻ്റെ ഡ്രസ്സ് പിന്നെ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഫോട്ടോയും വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ മുമ്പ് ഷെയർ ചെയ്തതാണ്. നമുക്ക് ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് അയച്ചു തന്നത് ഷാസ് ഫാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പം പിന്നെ ഞങ്ങൾ മാറ്റി ഒരുങ്ങി കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാനിതിൽ ചെറുതായിട്ടൊന്ന് ഉൾപ്പെടുത്തിയിരിക്കണം കേട്ടോ. അങ്ങനെ പിന്നെ മാറ്റി ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഓരോ മുത്തച്ഛന്മാരെ വരിക്ക് ഒക്കെ പോവും. അപ്പോൾ എല്ലാവരുടെ അടുത്തും പെരുന്നാളാകുമ്പോൾ എല്ലായിടത്തും ഒന്ന് പോകണ്ടേ. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു മുത്തച്ഛൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവിടെയും ബിരിയാണി തന്നെയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ കുടിയിൽ നിന്ന് കുറച്ച് ബിരിയാണിയൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. എങ്കിലും ഇവിടെ വന്നപ്പോൾ താത്ത കുറച്ചുകൂടി നിർബന്ധിച്ചപ്പോൾ താത്താൻ്റെ ആ ഒരു നിർബന്ധത്തിന് വഴങ്ങി ഒരിത്തിരി ബിരിയാണി ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു മുത്തച്ഛൻ്റെ അടുത്ത് പോയിട്ട് ബിരിയാണിയും പിന്നെ അടുത്ത മുത്തച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോൾ പിന്നെ അവിടെ പായസം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 2 ഗ്ലാസ് പായസം അകത്താക്കി. അന്നൊക്കെ ഇല്ല ഭാഗമായി കേട്ടോ. എടാ ഫോട്ടോ എടുക്കണടാ, ഒരു ഫോട്ടോ എടുത്താ മെച്ചിന്റെ ഒരു ഫോട്ടോ എടുത്താ. എടാ അതേം കൊണ്ട് ഇങ്ങനെ കാട്ടണ എവിടുന്ന കണ്ടുവനതൊക്കെ. എന്തേലും കാട്ടിട്ട് ഒരു ഫോട്ടോ എടുക്കട്ടെ. ആ ഫോട്ടോ എടുക്ക. ആ ഉമ്മച്ചിന്റെ ഫോട്ടോ. ഓ ചെറുക്കുണ്ടോ അങ്ങനെയൊന്നും കാട്ടിപ്പിച്ചണ്ട വല്ല എടുത്തോട്ടെ. അങ്ങനെ പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഒരു 4 മണി 4:30 വെയിലൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ വീട്ടിൽ പോകാൻ ഒരുങ്ങുന്നത്. നിയമോളൊക്കെ ഒരു ഉറക്കം ഇറങ്ങി എണീച്ചിട്ട് ഒക്കെയാണ് പിന്നെ ഞങ്ങൾ സിനിമോനും ഉറങ്ങിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെയിലൊക്കെ പോയതിന് ശേഷമാണ് പിന്നെ നമ്മൾ കുടിക്ക് പോകാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുടിയിൽ നിന്ന് ഇമ്മ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ട്രൗസറും കുപ്പായാണ് കേട്ടോ.
അപ്പോൾ മുന്നേ ഇട്ട് ഫോട്ടോ എടുത്തത് ആദ്യം ഇട്ടത് പിന്നെ മൂത്തച്ചി എടുത്തന്ന് ഫാനും കുപ്പായി കേട്ടോ. അപ്പോൾ അത് ഇട്ടിട്ടാണ് കേട്ടോ രാവിലെ അത് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുടിക്ക് വന്ന നേരത്ത് പിന്നെ ഓൻ്റെ വേറെ ഡ്രസ്സാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഏതായാലും അന്നത്തെ ദിവസം വൈകുന്നേരം ആവാനായപ്പോഴത്തേന് നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ടായിന് കേട്ടോ. ഇപ്രാവശ്യം തോന്നാൻ കിട്ടിയാലോ ഒറ്റ ദിനം കിട്ടിയ അത് മഴ ചെയ്തതായിട്ടീകാരല്ലേ. എന്നോട് പറഞ്ഞു ഇപ്രാവശ്യം കോളടിച്ചു പറഞ്ഞു എന്നോട്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഒരു പൂള പറിച്ചൊരു ഹങ്കുണ്ടായിന് കേട്ടോ. അപ്പോൾ അതാ ഇത്രയും കപ്പ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടക്കും തലക്കൊക്കെ മഴയൊക്കെ പെയ്തതുകൊണ്ട് തന്നെ പൊട്ടാതെ അധികം പൊട്ടാൻ്റെയും കളക്കേണ്ടിയൊന്നും വന്നിട്ടില്ല കേട്ടോ. വേഗം ഇതേപോലെ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പറിക്കണ വീഡിയോ എടുക്കാൻ എനിക്കും പറ്റിയില്ല. ഇത് പിറ്റേ ദിവസം രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഉമ്മാൻ്റെ കൃഷിത്തോട്ടത്തിലേക്ക് ഇറങ്ങിയതാണേ. അപ്പം നമ്മൾ ചായയുടെ ഞാൻ ഇന്ന് തന്നെ എസ്കേപ്പ് ആവും കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് പയറും അതും ഇതൊക്കെ പറിച്ച് തരികയാണ് കേട്ടോ ഉമ്മ. ഇതാ അവിടെ നിന്ന് പറിച്ചാണിക്കണമ്മ. ഇത് പറിച്ചൂടെ? ഇത് പറിച്ചൂടെ? നല്ല ചോയാണ്. ഇനി പറിച്ചാനായതുണ്ടെങ്കിൽ പറയും, ഞാൻ പറിച്ചോളാം. കുറ്റിപ്പയറല്ലേ ഇതിന് പറയാ? കുറ്റിപ്പയറല്ലേ? കുറ്റിപ്പയർ ചിക്കൻ അങ്ങനത്തെ ഒരു പാട്ടില്ലേ, ചിക്കൻ അത് നമ്മൾതല്ലേ. ഇതോ അതാ ഉമ്മാന്റെ പയർ കൃഷിയിൽ നിന്നും ഇന്നത്തെ വിളവെടുപ്പ്. ഉമ്മാന്റെ കൃഷിത്തോട്ടത്തില് ഇവിടെ ഉണ്ട് പയർ കൃഷി. ഇതൊക്കെ ഞങ്ങളെ ഇമ്മമ്മാൻ്റെ കൃഷിത്തോട്ടം. ഉമ്മമ്മാൻ്റെ പയർ കൃഷിയാണ് ഉമ്മമ്മാൻ്റെ. തുളസിയല്ല ഇറച്ചാനാണ് അത് വലിച്ചിടുന്നത്. ഇതൊന്നും നമ്മൾ കൊടുത്തില്ല കേട്ടോ. ഇതൊക്കെ കണ്ടവരെ തൊട്ടിട്ടില്ലായിരുന്നു. അതാ അതെന്താ പറിച്ചാത്ത? ഇത് പറിച്ചാനാകണുള്ളൂ അല്ലേ? സാധാ പയർ അയറ്റില്ല കുട്ടി, അയറ്റില്ല. അത് തൂങ്ങി വലുതാട്ടെ. ആകുണ്ടല്ലേ പറിച്ചാൻ പറ്റുള്ളൂ. അതെന്തോ ഒരു വേറെ പയറാണ്. പയർ തന്നെയാണത് സംഭവം. നല്ല രസമുണ്ടല്ലോ ഇലയൊക്കെ കാണാൻ. ഇല കാണാൻ രസമുണ്ട്. കായ്ക്കുമ്പോൾ അറിയാം. ഇതാക്കണ് ഇവിടെ കായ്ച്ചിക്കണ്. പയറോ? ഇതാ രണ്ടെണ്ണം ഞാനത് കണ്ടിട്ടുണ്ടല്ലോ. ഏതായാലും സാധാ പയറല്ലേ? അയിമ കഴിച്ചതല്ലേ? ഇത് നമ്മളെ വള്ളിമത്ത് പയറ. നിങ്ങൾക്ക് തൊള്ള ഭാഗ്യമൊക്കെ ഉണ്ട്. ഉണ്ടോ? ഇത്ര സാധനം പയർ ഞങ്ങൾ വച്ചിട്ടില്ല. ഇത്രയും ഉണ്ടോ? ഞങ്ങൾ വന്നപ്പോൾ അത്ര തോനെ പയർ കിട്ടിയാണ്. ഉമ്മാന്റെ വൃന്ദാവനത്തിൽ വിരിഞ്ഞ പൂക്കളാണ്. എടി ഇന്നൊക്കെ ഒന്നും കൂടി പച്ചമുളക് പറിച്ചിട്ടില്ലേ നിങ്ങളന്ന്? അന്ന് മുതൽ ഇതുവരെ പറിച്ചിട്ടില്ല? നാലെണ്ണം അന്ന് ഞാൻ നോക്കിയെന്നുണ്ടേനി. നാലെണ്ണം നല്ല സാറ് പച്ചമുളക് പറിച്ചാനായിട്ടില്ല. മതി, ഞാൻ പറിച്ചട്ടെ നാലും. ഞങ്ങള് പറിച്ചാ പിന്നെ മരം തന്നെ ഉണ്ടാവുക. പച്ചമുളക് ഞാൻ പറിക്കാം. ഇവിടെ ഉണ്ട് വേറെ എന്താ രണ്ടെണ്ണം പുറത്തതാ. വലിയ അതിന് നെട്ടി മാത്രം ഒടിച്ചാൽ മതി.
ആ ഇതൊക്കെ തന്നെയാണ് പറിച്ചാൻ ഏൽപ്പിച്ചാലോ കുഴപ്പം കണ്ടോ അതിൻ്റെ ആ തുമ്പ് പൊട്ടിച്ചു. എടുതാ അവിടെ വന്ന് കിടക്കട്ടെ എന്നാ. ആ ഇപ്പോഴും പൊട്ടിച്ചു. കരിഞ്ഞമ്മാ അങ്ങനെതാ ഇന്നത്തെ ഹാർവെസ്റ്റിങ് കഴിഞ്ഞിട്ടോ. കുറച്ച് പച്ചമുളകും പിന്നെ പയറും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ 2-3 പപ്പായയും ഒക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞുട്ടിയാണ് പറിച്ചത്, അത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞതാ ഇവിടെ ഒരു ചേമ്പ് പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ. ചേമ്പ് ഹാർവെസ്റ്റിങ്ങും കൂടി ഉണ്ട്. അപ്പം അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ ചാക്കിലാക്കി പോകാം. ചാക്കിലാക്കാനൊന്നുമില്ല കേട്ടോ. അങ്ങനെ അങ്ങനെ മാന്തിക്കളാ വല്ല വലിച്ചെടുക്കാൻ കുക്കർ ഓഫാക്കിയോ? ഓഫാക്കില്ലേ? ഇവിടെ തന്നെ കാഴ്ച ഇവിടെ കുത്തില്ലല്ലോ. നീ ഇവിടെ തന്നെ കാഴ്ച നീ പറിച്ചണം. ഇന്നലെ ആ ബനാണ് അപ്പം പറിച്ചു. അടിക്കുണ്ടോ പൊട്ടിക്കണല്ലോ. ഇവിടെ ഒന്ന് പൊട്ടിക്കുന്നു. അപ്പോൾ ഇതാക്കണ ഇത്രയും ചേമ്പും കിട്ടി. അപ്പം ഇന്ന് രാവിലത്തെ മണ്ണ് കഴിഞ്ഞിരിക്കണം കേട്ടോ. നമ്മൾ മണ്ണിലൊന്നല്ല ക്യാമറ വെച്ച് നടന്ന് ഏതായാലും നല്ല രസമല്ലേ, കാഴ്ചയല്ലേ, മനസ്സിന് കുളിർമയേക്കണ കാഴ്ചയല്ലേ. അപ്പം അതൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് പകർത്തി. പിന്നെ ഇന്നലെ പറിച്ച കപ്പയൊക്കെ പുഴുങ്ങി ബ്രേക്ക്ഫാസ്റ്റിന് അത് കഴിഞ്ഞ് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണോ നമ്മുടെ ഈ ദിവസത്തെയും പിറ്റേ ദിവസത്തേക്ക് ആയിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസ്സലാമു അലൈക്കും. ബൈ ബൈ.